ഒരുപാട് നല്ല വലിയ കലാകാരന്മാരെ ഈ വേദിയിൽ ഒത്തൊരുമിച്ച് കാണാൻ പറ്റിയ ഒരു ഭാഗ്യം, അതിൻ്റെ സന്തോഷം, അവർക്ക് കിട്ടിയ അവാർഡുകൾ തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗവാക്കായി നിൽക്കാൻ സാധിച്ചതിനുള്ള സന്തോഷം കൂടി, ആശംസകളും എൻ്റെ സ്നേഹ നമസ്കാരവും കൂടി ഞാൻ അവരെ അറിയിച്ചു കൊള്ളട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു സാധാരണ വിദ്യാർത്ഥി എന്ന നിലയിലാണ് രവീന്ദ്രനാഥ് ടാഗോർ എന്ന പേര്. കാരണം നമ്മളൊക്കെ രവീന്ദ്ര എന്ന് പറഞ്ഞത് ഞങ്ങളെ തിരുത്തി, സ്റ്റുഡൻസിനെ തിരുത്തി രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പഠിപ്പിച്ച എൻ്റെ അച്ഛനിലൂടെയാണ് ഞാൻ അദ്ദേഹത്തിനെ അടുത്തറിയുന്നത്. നമ്മുടെ ഓമനക്കുട്ടി ടീച്ചർക്ക് പാട്ട് എത്രത്തോളം സഹായമാകുന്നു, അതുപോലെ ഡാൻസ് എന്നെ ഇത്തരം വേദികളിൽ ഒന്ന് ഒരു 2 വാക്ക് സംസാരിക്കാനുള്ള പ്രാപ്തിയാക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എൻ്റെ ഡാൻസ് ബാക്ക്ഗ്രൗണ്ടിലൂടെയാണ്. അപ്പോൾ വളരെ ചെറുപ്പം മുതൽ നമുക്ക് പഠിക്കാനുള്ള, നമ്മളെല്ലാവരും പഠിച്ചു വന്ന പോലെ തന്നെ കവിതകളും കുറച്ചൊക്കെ ഞങ്ങൾക്ക് പഠിക്കാനുള്ളത് കൊണ്ട് ആ ഒരു രീതിയിലാണ് ബന്ധപ്പെട്ടിട്ടുള്ളെങ്കിലും ഏറ്റവും ഭാഗ്യമായിട്ട് ഞാൻ ഇന്ന് ഇത്രയും വർഷത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് എൻ്റെ അച്ഛൻ വള്ളത്തോൾ തറവാട്ടിൽ, അതായത് വള്ളത്തോൾ നാരായണ മേനന്റെ അനന്തരവനായിട്ട് ജനിച്ച വ്യക്തിയാണ്. അപ്പൊ ആ ഒരു അവരുടെയൊക്കെ നമ്മുടെ വളരെ കുട്ടിക്കാലത്ത് അച്ഛൻ്റെ തറവാട്ടിലൊക്കെ പോകുന്ന സമയത്ത് വളരെ ഒരു വലിയ എന്താ പറയുക, വലിയ അഡൾട്ട്സ് ഒക്കെ ഇരുന്ന് സംസാരിക്കുന്ന, അഡൾട്ട്സായിട്ട് മാത്രം ഇരിക്കുന്ന ഒരു കൂട്ടത്തിൽ നമ്മളിങ്ങനെ കളിക്കണതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നമ്മുടെ ഫെമിലിയർ ആയിട്ടുള്ള പേരുകൾ കേൾക്കുമ്പോൾ എന്താണ് അവർ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്ന സമയങ്ങളിലാണ് പലപ്പോഴും ഇദ്ദേഹത്തിന്റെ കവിതകളെ കുറിച്ചും വള്ളത്തോൾ നാരായണ മേനോനും, അതായത് എൻ്റെ ഏറ്റവും മുതുമുത്തച്ഛനായിട്ടുള്ള അദ്ദേഹത്തിനും അവർ തമ്മിലുള്ള ബന്ധത്തിനെ പറ്റിയുള്ള ഒരു സംസാരമൊക്കെ എൻ്റെ മനസ്സിലൂടെ ഓടി വരുന്നത്. അപ്പോൾ ആ ഒരു ബന്ധം, അതിപ്പോ ഞാൻ പറയാം, അദ്ദേഹം കലാഭവൻ, അതായത് ശാന്തിനികേതനിൽ ഒരു കലാഭവൻ എന്നുള്ള ഒരു രീതിയിൽ ഒരു കലയ്ക്കും കലാകാരന്മാർക്കും ഒരു ശ്രേഷ്ഠത ഉണ്ടാകണമെന്ന് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പേ. അപ്പോൾ എപ്പോഴും ഞാൻ ഈ ഗുരുതുല്യന്മാർക്ക് ഞാൻ വിനീതയായ ഒരു നമസ്കാരം അർപ്പിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ, ഇന്നും നമ്മൾ പല ആംഗിളിലും ആലോചിക്കാത്ത പല കാര്യങ്ങളും വളരെ ദീർഘനിഷ്ഠയോടുകൂടി, വളരെ അത്രയും എന്താ പറയുക, കലയ്ക്കും കലാകാരന്മാർക്കും അന്ന് തൊട്ട് ആ പ്രാഗൽഭ്യം ഉണ്ടാവണം, അവരുടെ കലയ്ക്ക് വേണ്ട എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തു വെക്കണം എന്നുള്ളൊരു ദീർഘവീക്ഷണം ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നെ പോലുള്ള പല കലാകാരന്മാർക്ക് വളരെ ഈസി ആയിട്ട്, കുറച്ചുകൂടി ഈസി ആയിട്ട് ഈ രംഗത്തേക്ക് വരാൻ സാധിച്ചത്. അതിനുള്ളൊരു നന്ദി എത്ര പറഞ്ഞാലും തീരുന്ന ഒരു കാര്യമല്ല. അപ്പോൾ എനിക്കൊന്ന് 1-2 കോമ്പോസിഷൻസ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ വരുന്ന 28-ാം തീയതി വീണ്ടും കൽക്കട്ട ഈ പറഞ്ഞ സിസ്റ്റർ നിവേദിതയുടെ യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും ഒരു ചെറിയ കോമ്പോസിഷൻസ് അദ്ദേഹത്തിന്റെ ഒരു ഡെഡിക്കേഷൻ പോലെ ചെയ്യാനുള്ള അതേ അവസരത്തിൽ ഇങ്ങനെ ഒരു ഭാഗ്യം കൂടെ കിട്ടിയത് തീർച്ചയായിട്ടും ഒരു കലാകാരി എന്ന നിലയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം തന്നെയായിട്ട് എടുക്കുന്നു. ഈ എന്തെങ്കിലും ഒരു നല്ല വാക്കുകൾ നമുക്ക് ഇന്നും അദ്ദേഹത്തിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ, എത്ര തലമുറകളെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ, പ്രവർത്തന ശൈലിയിലൂടെ സ്വയം ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളെ എല്ലാവരും ഒരു എന്താ പറയുക, ഇപ്പോഴും അവരെ ഒരു പ്രൊട്ടക്റ്റീവായിട്ട് നിർത്തുന്നതിന്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഒരു കലാകാരി എന്ന നിലയിൽ എനിക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചതും വളരെ സന്തോഷം. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങളെയും കാണാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷം അർപ്പിച്ചുകൊള്ളുന്നു. ജോർജ് ഓണക്കൂർ സാർ പറഞ്ഞു, ഞാൻ പ്രസംഗിച്ചിട്ടേ പോകുള്ളൂ. സാറിനെ പോലുള്ളവരൊക്കെ എന്റെ പ്രസംഗം കേൾക്കാതിരിക്കുന്നത് എന്റെ ഭാഗ്യം എന്നല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. താങ്ക് യു സോ മച്ച്.